SDPI വേട്ടയാടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPIയുടെ ഓഫീസുകളിലൊക്കെ ഈ EDയുടെ റെയ്ഡ് നടക്കുന്നു. അവിടെ നിന്നും ഡിജിറ്റൽ രേഖകളടക്കം പിടിച്ചെടുക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈ തിരച്ചിലുകളും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുകയായിരുന്നു ED. ഇപ്പോൾ ഈ SDPI ഫണ്ടിംഗ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED കത്ത് നൽകുകയാണ്. തിരഞ്ഞെടുപ്പ് ചിലവുകൾ, സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ SDPI അക്കൗണ്ടുകളിൽ വ്യാപകമായി പണം എത്തി എന്നുള്ളതാണ്. ഈ സംഭാവന നൽകിയവരുടെ അക്കൗണ്ടുകളിലേക്കും പണം എത്തി. ഈ സംഭാവനയാണ് പിന്നീട് SDPIയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു കത്ത് അത് വലിയ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ് SDPIയെ സംബന്ധിച്ചിടത്തോളം. കാരണം SDPIയുടെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കരുതേണ്ടത്. അത് സംബന്ധിച്ചുള്ള ആദ്യ നടപടിയായിട്ട് തന്നെ ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ചെലവുകൾ സംബന്ധിച്ചും അത് മുൻപ് SDPI നൽകിയിട്ടുള്ള കണക്കുകൾ സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം SDPIയുടെ കണക്കുകളിൽ ചില സംശയങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇതിൽ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ അവർ ഈ സംഭാവന നൽകുന്നതിന് മുന്നോടിയായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിരുന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അതായത് മറ്റാരോ, ഏതൊരു സംഘടന ഈ ആളുകൾക്ക് പണം നൽകിയിട്ട് അവർ പിന്നീട് ഇത് SDPIയുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഫണ്ടാകാനുള്ള സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ കാണുന്നുണ്ട്. അതുതന്നെയാണ് SDPIയുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ സംബന്ധിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റത് MK ഫൈസി അടക്കമുള്ള 3 പേർ അറസ്റ്റിലായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഈ പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. അതിൽ ചില രേഖകളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനപരമായിട്ടുള്ള പണം നൽകിയിട്ടുള്ള ആളുകളുടെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. എന്തായാലും അതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടന മാത്രമായിരുന്നു ഈ SDPI എന്നുള്ളൊരു വിലയിരുത്തലും കണക്കൂട്ടലിലും എല്ലാമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. വ്യക്തമാണ്. SDPI ഫണ്ടിംഗ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്തിലെ വിശദാംശങ്ങൾ, ED മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു സഹിൻ ആന്റണി.